إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-മുഅ്മിനൂൻ 71ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അനുസരിച്ചു വന്നിരുന്നുവെങ്കിൽ അൽ ഹഖ് യാഥാർത്ഥ്യമല്ലെങ്കിൽ സത്യം, അഹ്വാഹും അവരുടെ ദേഹേച്ഛകൾക്കനുസൃതമായി അവരുടെ ആ അവിശ്വാസികളുടെ ദേഹേച്ഛകൾക്കനുസൃതമായി സത്യം വന്നിരുന്നുവെങ്കിൽ അതിനനുസൃതമായി സത്യം പുലർന്നിരുന്നുവെങ്കിൽ എന്നാണ് അല്ലാഹു പറയുന്നത്. ആകാശങ്ങളും ഭൂമിയും ഫസാദാകുക തന്നെ ചെയ്യുമായിരുന്നു, നാശമടയുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ഈ ശിർക്കും അതുപോലെ കുഫറും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടുന്ന ഒരു ലോകമായിരുന്നു, ആ ലോക സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെയും നാശമടയുമായിരുന്നു, നശിച്ചു പോകുമായിരുന്നു. ആകെയും വലിയ കുഴപ്പങ്ങളും ഫസാദുകളും രൂപപ്പെടുമായിരുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. നോക്കൂ, സത്യവും ധർമ്മവും നിലനിൽക്കുന്നത് കൊണ്ടാണ് എക്കാലത്തും മനുഷ്യന് സ്വൈര്യമായി സമാധാനത്തോടുകൂടി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് അല്ലാഹു നമ്മെ കൊണ്ടുപോകുന്നത്. ആകാശങ്ങളിലും ഭൂമിയിലുള്ള മുഴുവനും തന്നെ നശിച്ച് നാശമടഞ്ഞു പോകുമായിരുന്നു. ഇവരുടെ കുഫ്റൻ വിശ്വാസങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായിരുന്നു ഇവിടെ പുലർന്നിരുന്നുവെങ്കിൽ. നോക്കൂ, ചില ചിത്രശക്തികൾ അതൊക്കെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇവിടെ വേണ്ടത് ധർമ്മമല്ല, സത്യമല്ല, അതുപോലെയുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് ഇവിടെ പുലരേണ്ടത് എന്നൊക്കെ ജപിച്ചുകൊണ്ട് പലതരം സ്വതന്ത്രവാദികളും മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എങ്കിലും അത്തൈനാഹും നാം ചെന്നിരിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത് വിദിക്രിഹിം നമ്മുടെ ഉപദേശവും കൊണ്ടാണ്. അവരുടെ വിദിക്രിഹിം ഉപദേശവും കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. ഫഹും അവരാണെങ്കിലോ അൻ ദിക്രിഹിം ആ ഉപദേശത്തെ കുറിച്ച് അവർ പിന്തിരിഞ്ഞു പിന്തിരിയുന്നവരാണെന്നാണ് അല്ലാഹു പറയുന്നത്. ഒരിക്കലും ആ സദുപദേശം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. ആ സദുപദേശത്തും പിന്തിരിഞ്ഞു നടക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഈ ഐഹികമായ ലോകത്തിന്റെ താൽക്കാലികമായ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും വിനോദത്തിന്റെയും പിന്നാലെ കൂടുകയാണ് അവർ ചെയ്യുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.